ഇന്നത്തെ എപ്പിസോഡിൽ അതിനെ കാണിക്കുന്ന കൺമണി കൃഷ്ണൻ കാണുന്നതിന് വേണ്ടി ദേവകിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തുറന്ന് കൺമണി കൃഷ്ണനെ ആശ്വസിപ്പിക്കുകയാണ്. തുറന്ന് കൃഷ്ണ പിന്നെ നല്ല സന്തോഷത്തോടു കൂടിയാണ് കൺമണിയോട് സംസാരിക്കുന്നത്. കൺമണി എന്നെ ഓർത്തൊന്നും വിഷമിക്കേണ്ട, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയുകയാണ്. നോക്കിക്കോ കൺമണി, ഞാൻ എന്തായാലും കൺമണിയുടെ വീട്ടിലേക്ക് വീണ്ടും വരുന്നതാണ്. വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സോൾവ് ചെയ്തോളാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് സമാധാനമാവുകയാണ്. തുറന്ന് കൺമണി, എങ്കിൽ ഞാൻ പോട്ടെ. തുറന്ന് കൃഷി കൺമണിയോട്, ഞാൻ കൺമണി ഇപ്പോൾ വീട്ടിൽ കൊടുന്നാക്കണോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണി, വേണ്ട, ഇപ്പോൾ സാറ് വന്നാൽ വീട്ടിലുള്ള എല്ലാവരും കരച്ചിലും ബഹളമായിരിക്കും. പക്ഷെ സാറ് വീട്ടിലേക്ക് വരണം, ഇന്നല്ല പിന്നീട് എപ്പോഴെങ്കിലും സാറ് വീട്ടിലേക്ക് വരണം എന്ന് പറയുകയാണ് കൺമണി. തുറന്ന് കൃഷി ചാടി എഴുന്നിട്ട് കൺമണിക്ക് സർപ്രൈസ് ആയിട്ട് കൺമണിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ്. തുറന്ന് കാണിക്കുന്ന വരുണും ബാക്കി രണ്ടുപേരുമാണ്. അവർ രണ്ടുപേരും നല്ല ചിന്തയിലാണ്. തുറന്ന വരുൺ തന്റെ വിഷമ ബാക്കി രണ്ടുപേരോടും കൂടി പറയുകയാണ്. കൃഷ്ണനെതിരെ പ്രയോഗിക്കാൻ ഇത്രയും വലിയൊരു ആയുധം കിട്ടിയിട്ട് നമുക്കത് ശരിയായ രീതിയിൽ പ്രയോഗിക്കാൻ സാധിച്ചില്ലല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. തുറന്ന ബാക്കി രണ്ടുപേരും വരുണ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. കൃഷി തകരണമെങ്കിൽ കൃഷിയുമായി വളരെ അടുത്ത ബന്ധമുള്ളവർ കൃഷി അനാഥനാണെന്ന് കൃഷ്ണനോട് പറയണം. എങ്കിൽ മാത്രമേ കൃഷി മാനസികമായി തകരൂ. അല്ലാതെ വഴിയെ പോകുന്നവർ കൃഷി അനാഥനാണെന്ന് പറഞ്ഞാലൊന്നും കൃഷിന് ഒരു കൂസലും ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. സാഗറും സുജാതിയും, അതല്ലെങ്കിൽ കൺമണി കൃഷ്ണന്റെ മുഖത്ത് നോക്കി കൃഷി അനാഥനാണെന്ന് പറയണം. എന്നാൽ അത് കേട്ട് വരുൺ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. കൺമണിയെ കൊണ്ട് എങ്ങനെ കൃഷി അനാഥനാണെന്ന് കൃഷ്ണന്റെ മുഖത്ത് നോക്കി പറയിപ്പിക്കണം, ഇത് ചിന്തിച്ചു നിൽക്കുകയാണ് വരുൺ ബാക്കി രണ്ടുപേരും. തുറന്ന് കാണിക്കുന്ന വീണ്ടും കൺമണി കൃഷിയുമാണ്. കൺമണി പിന്നെ കൃഷ്ണനോട്, സാർ നമ്മുടെ നാളത്തെ പ്ലാൻ എന്തായി എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ഏത് പ്ലാനാണെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് നല്ല ദേഷ്യം വരികയാണ്. തുറന്ന് കൺമണി കൃഷ്ണ അത് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്. സാറ് നാളെ നമ്മൾ രണ്ടുപേരും ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നാൽ അത് കേട്ട് കൃഷി, അയ്യോ ഞാൻ അത് മറന്നുപോയി കൺമണി, ഇനി അത് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ്. കാരണം ഗോകുലിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പോകാമെന്നല്ലേ ഞാൻ പറഞ്ഞത്, ഗോകുലിന്റെ ബർത്ത്ഡേ മുടങ്ങിയില്ലേ, അതുകൊണ്ട് നമുക്ക് തൽക്കാലം ആ പ്ലാൻ മാറ്റി വെക്കാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ്. ഇല്ല സാർ, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പോയി സാർ, നമുക്ക് നാളെ എന്തായാലും പോയേ പറ്റൂ എന്ന് പറയുകയാണ്. സാറിനോ ഓക്കെ ആകണമെങ്കിൽ സാറിന് ഒരു ചേഞ്ച് അത്യാവശ്യമാണ്, അതുകൊണ്ട് ആ യാത്ര ഒഴിവാക്കാൻ പറ്റില്ല. തുടർന്ന് കൺമണി പിന്നെ കൃഷ്ണനെ കൊതിപ്പിക്കുകയാണ്. നാളത്തെ ആ യാത്ര നമ്മൾ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ സാറിന് വല്ല സർപ്രൈസ് കിട്ടിയേക്കാം എന്ന് പറയുകയാണ്. സാറിന് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും കിട്ടും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണന് സന്തോഷമാവുകയാണ്. തുടർന്ന് കൃഷ്ണ പിന്നെ കൺമണിയോട്, നീ എന്നെ കൊതിപ്പിക്കുകയാണല്ലേ, എന്നാലും ശരി, നിന്നെ ഞാനിങ്ങനെ വിഷമിപ്പിക്കുന്നില്ല, നമുക്ക് നാളെ തന്നെ യാത്ര പോയേക്കാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് സന്തോഷമായിട്ട് കൺമണി കൃഷ്ണന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. തുറന്ന് കൺമണി, ഞാൻ നാളെ രാവിലെ അതിരാവിലെ തന്നെ വരാം, അപ്പോഴേക്കും സാറ് റെഡി ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി അവിടുന്ന് പോവുകയാണ്. തുറന്ന് കാണിക്കുന്ന സാഗറാണ്. സാഗർ കാട്ടക്കലിപ്പിൽ വീട്ടിലേക്ക് വരികയാണ്. തുറന്ന് സുജാതിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. തുറന്ന് സുജാതിയോട് നല്ല ദേഷ്യത്തിൽ, നീ വീണ്ടും കൃഷ്ണനെ ദ്രോഹിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് സുജാതിയോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആന്റിയമ്മയും അതുപോലെ തന്നെ കൃപയും കൂടി വരികയാണ്. തുറന്ന് ആന്റിയമ്മ പിന്നെ സാഗറിനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. തുറന്ന് സാഗർ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. കൃഷ്ണനെ സുജാത ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇനി സുജാത ആഗ്രഹിക്കുന്നത് എന്താണ്, കൃഷ്ണ ഈ നാട്ടിൽ തന്നെ നിർത്തില്ല എന്ന് വല്ല ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം കൺമണിയുടെ വീട്ടിൽ ഗോകുലിന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് കൃഷി ചെന്നിട്ടുണ്ടായിരുന്നു. ആ കേക്ക് മുറിക്കുന്ന സമയത്ത് ധനലക്ഷ്മി കൃഷ്ണന്റെ മുഖത്ത് നോക്കി കൃഷി ഒരു അനാഥനാണെന്ന് വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ധനലക്ഷ്മി സത്യം മറിഞ്ഞതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ആന്റിയമ്മയും കൃപയും. തുറന്ന് കൃപ പിന്നെ അച്ഛനോട്, ഒരിക്കലും കൺമണിയോ കൺമണിയുടെ അച്ഛനോ ഈ കാര്യം മറ്റാരോടും പറയില്ല. തുറന്ന് സാഗർ തന്റെ സംശയം സുജാതയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. എനിക്ക് നല്ല സംശയമുണ്ട് സുജാത, നീ തന്നെയായിരിക്കും, നിന്റെ നാവിൽ നിന്ന് തന്നെയായിരിക്കും ഈ സത്യം ധനലക്ഷ്മി അറിഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. അത് ശരി, നിങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? എന്തായാലും എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുകയാണ്. ഞാൻ അറിഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. എന്നാൽ അപ്പോഴും സാഗർ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. തുടർന്ന് ആന്റിയമ്മ പിന്നെ സുജാതയോട് അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. നീ അറിയാതെ അങ്ങനെ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് സമ്മതിച്ചോളാൻ പറയുകയാണ്. തുറന്ന് സുജാത നല്ല ദേഷ്യത്തിൽ, ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വാസമാകില്ലേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? ഞാനല്ല ഇത് ധനലക്ഷ്മിയോട് പറഞ്ഞത്, പിന്നെ എന്തിനാണ് എന്നെ മാത്രം സംശയിക്കുന്നത്? ഈ സത്യം അറിയുന്ന രണ്ടുപേരാണല്ലോ കൺമണിയും കൺമണിയുടെ അച്ഛനും, നിങ്ങൾ എന്തുകൊണ്ട് അവര് സംശയിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ നല്ല ദേഷ്യം വരികയാണ്. കൺമണിയോ കൺമണിയുടെ അച്ഛൻ ശ്രീനിയോ എന്തായാലും ഈ രഹസ്യം മറ്റാരോടും പറയില്ല, എനിക്ക് ആ കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ടെന്ന് തുറന്നടിച്ചു പറഞ്ഞുകൊണ്ട് സാഗർ നല്ല ദേഷ്യത്തിൽ അവിടുന്ന് പോവുകയാണ്.
തുറന്ന് കാണിക്കുന്ന കൺമണി പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ കൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. തുറന്ന് ദേവ്ജിയോട് കൃഷി എഴുന്നേറ്റെന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി എവിടെ നിന്ന് എഴുന്നേൽക്കാൻ, ഞാൻ പലതവണ കൃഷ്ണനെ വിളിച്ചു, പക്ഷെ കൃഷി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല എന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് കൺമണി നല്ല ദേഷ്യത്തിൽ പിന്നെ കൃഷ്ണന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണൻ നല്ല ഉറക്കമാണ്. തുറന്ന് കൺമണി അമ്പട കേമ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ജഗ് വെള്ളം എടുത്തിട്ട് കൃഷ്ണന്റെ മുഖത്ത് വെള്ളം തളിച്ച് കൃഷ്ണനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. തുറന്ന് കൃഷ്ണനോട് നല്ല ദേഷ്യത്തിൽ പിന്നെ കൺമണി ദേഷ്യപ്പെടുകയാണ്. രാവിലെ തന്നെ ഞാൻ തയ്യാറായി ഇരിക്കാമെന്നല്ലേ സാർ ഇന്നലെ പറഞ്ഞ്, എന്നിട്ട് ഇതാണോ തയ്യാറായിരിക്കുന്നത് ചോദിക്കുകയാണ്. തുറന്ന് കൃഷ്ണ കൺമണിയോട്, കൺമണി നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഇന്നത്തെ പ്ലാനെ മാറ്റിയാലോ, നമുക്ക് ഇന്നത്തെ യാത്ര നാളേക്കാക്കിയാലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പറ്റില്ല സാർ, ഇപ്പോൾ തന്നെ സാർ ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ഇപ്പോൾ തന്നെ യാത്ര പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ എഴുന്നേൽപ്പിച്ച് ബലമായിട്ട് ടോയ്ലറ്റിന്റെ അകത്തേക്ക് തള്ളി വിടുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് കൺമണി കൃഷ്ണന്റെ പുറകിൽ 4 പെടയെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ ടോയ്ലറ്റിന്റെ അകത്താക്കി കൺമണി ദേവ്ജിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് ദേവ്ജിയുമായിട്ട് കൺമണി സംസാരിക്കുകയാണ്. കൃഷ്ണന് നല്ലൊരു മാറ്റം അത്യാവശ്യമാണ്. പെട്ടെന്നൊന്നും കൃഷ്ണനെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. പറഞ്ഞ് കൃഷ്ണനെ മാറ്റിയെടുക്കണം. ആ ദൗത്യം ദേവ്ജി കൺമണിയെ ഏൽപ്പിക്കുകയാണ്. തുറന്ന് ദേവ്ജി പിന്നെ കൺമണിയോട് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് കൺമണി അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ ഞാൻ സാറിന് വിട്ടു കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി ബാഗുമായിട്ട് പുറത്തേക്ക് വരികയാണ്. തുറന്ന് കൺമണി പിന്നെ കൃഷിയോട് അത് ശരി ഇത്ര പെട്ടെന്ന് റെഡിയായി വന്നു എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൺമണിയോട് പിന്നെ കൃഷി പിന്നില്ലാതെ എൻ്റെ പെണ്ണ് പറഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷും കൺമണി ദേവ്ജിയോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് കൃഷി പിന്നെ ദേവ്ജിയെ ഉപദേശിക്കുകയാണ്. സാർ ഞാനില്ല എന്ന് കരുതി പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി വെറുതെ വയറ് ചീത്തയാകരുത്, ഞാൻ പറഞ്ഞ കൂട്ടെല്ലാം വെച്ച് ഭക്ഷണം ഉണ്ടാക്കിക്കോളാൻ പറയും. എന്നാൽ അത് കേട്ട് ദേവ്ജിയുടെ കൃഷ്ണയെ ഒന്ന് കളിയാക്കുകയാണ്. നീ കഴിഞ്ഞ ദിവസം വെച്ച ഉപ്പുമാവിനെ കുറിച്ച് ഞാൻ കൺമണിയോട് പറയണോ എന്ന് ചോദിച്ച് കൃഷ്ണ കളിയാക്കുകയാണ്. തുറന്ന് കൃഷും കൺമണിയും നല്ല സന്തോഷത്തോടു കൂടി ട്രിപ്പിന് ഇറങ്ങുകയാണ്. തുറന്നു കാണിക്കുന്ന കൃഷ്ണൻ കൺമണി യാത്ര മധ്യേ വണ്ടി നിർത്തി കരിക്ക് കുടിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് യാതൊരു ലൊക്കേഷൻ മാപ്പിന്റെ സഹായം കൂടാതെ വരുണും ബാക്കി 2 പേരും ഇവരെ ഫോളോ ചെയ്ത് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇവർ 2 പേര് സംസാരിക്കുന്നത് ഒളിഞ്ഞു മാറി നിന്ന് കേൾക്കുകയാണ്. തുറന്ന് കൺമണി കൃഷ്ണന് കുറച്ച് മോട്ടിവേഷണൽ ക്ലാസ് ഒക്കെയാണ് എടുത്തു കൊടുക്കുന്നത്. സാർ ഒന്ന് ശരിയായി വാ, ഒന്ന് ഓൾറൈറ്റ് ആയി വാ എന്നൊക്കെ പറഞ്ഞ് കുറെ മോട്ടിവേഷൻ കൊടുക്കുകയാണ്. സാറിന്റെ ചേട്ടൻ ബലരാമൻ ഒരുപാട് നാൾ കഴിഞ്ഞല്ലേ യഥാർത്ഥ അച്ഛനെയും അമ്മയും കണ്ടെത്തിയത്, അതുപോലെ സാറും സാറിന്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയും ഒരു ദിവസം കണ്ടെത്തുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് സാർ ഒരിക്കലും അനാഥനല്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞോളാൻ പറയുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് വരുണാകെ ടെൻഷൻ ആവുകയാണ്. ഈ കൺമണി പറഞ്ഞ പോലെ കൃഷ്ണന്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയും ഇനി വീണ്ടും വരുമോ എന്ന് ചോദിക്കുകയാണ് ബാക്കി 2 പേരോടും. അങ്ങനെയാണെങ്കിൽ അവർ 2 പേരും ഇനി ആരായിരിക്കുമെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷി പിന്നെ കൺമണിക്ക് ധൈര്യം കൊടുക്കുകയാണ്. കൺമണി എന്നെ കുറിച്ച് ഓർത്തൊന്നും ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. ഞാനിപ്പോൾ ഓക്കെയാണ്, സാർ ഇങ്ങനെയൊന്നും നടന്നാൽ പോരാ, സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്ത് മുന്നേറി വരണം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ ധൈര്യം കൊടുക്കുകയാണ് കൺമണി. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.